ഉത്സവങ്ങളിൽ നിന്ന് ആനകളെ ഒഴിവാക്കിക്കൂടി? ആനപ്പുറത്ത് ഉത്സവം നടക്കുന്ന പല ക്ഷേത്രങ്ങളിലും പൊതുവെ കാണുന്ന ഒരു സംഭവമാണ് ഇത്. കഴിഞ്ഞ ദിനത്തിൽ വിഷു ഉത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്ര ഉത്സവത്തിൽ 7 ദിവസമാണ് അവിടെ ആനപ്പുറത്ത് ഉത്സവം ഉണ്ടാവുന്നത്. അതിൽ 6-ാം ദിവസത്തെ ഉത്സവത്തിന് എത്തിയതായിരുന്നു ഞങ്ങൾ. അതായത് ശനിയാഴ്ച വൈകിട്ട്. ഉത്സവവും വെടിക്കെട്ടൊക്കെ കണ്ട് വരാം എന്ന ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ പുറപ്പെട്ടത്. ഏകദേശം ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും 7 മണി ആയിരുന്നു. ഉത്സവം തുടങ്ങിയിരുന്നു. നല്ല ജനത്തിരക്കും, പിറ്റേന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല ജനത്തിരക്കും ഉണ്ടായിരുന്നു. 3 ആനകളെയാണ് അവിടെ എഴുന്നള്ളുന്നത് ഉത്സവത്തിനായിട്ട്. അതിൽ നടുക്കു നിൽക്കുന്ന ആനയുടെ പുറത്താണ് ദേവിയുടെ തിടം എഴുന്നള്ളിക്കുന്നത്. ഞങ്ങൾ പോകുമ്പോൾ ഒരു ചുറ്റം കഴിഞ്ഞ് ആന ഇങ്ങനെ 2ാമത്തെ വലം വയ്ക്കലിന് തയ്യാറായി നിൽക്കുകയായിരുന്നു. ഏകദേശം 3/4 മണിക്കൂറോളം ഒരേ സ്ഥലത്ത് ആനകളെ നിർത്തിക്കൊണ്ട് ചെണ്ടമേളങ്ങളും വാദ്യഘോഷങ്ങളും നിറഞ്ഞിരിക്കുന്നു. പലതരം ലൈറ്റുകളും ജനങ്ങളുടെ ആരവങ്ങളും അഷ്ടപതി തുടങ്ങിയവയും ഒക്കെ ചേർന്നുകൊണ്ട് വളരെ ബഹളപരമായ ഒരന്തരീക്ഷം. ഏകദേശം 3/4 മണിക്കൂറോളം അവിടെ അമ്പലനടയിൽ നിന്ന് ഞങ്ങൾ പിന്നെ അവിടെ നിന്നും പുറത്തേക്ക് നീങ്ങി. അതായത് കാഴ്ചവരവുണ്ട് എന്നറിഞ്ഞതുകൊണ്ട് ഞങ്ങൾ പുറത്തോട്ട് നീങ്ങി. പുറത്ത് റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും വമ്പിച്ച ജനത്തിരക്കായിരുന്നു അവിടെ. കാഴ്ച വരുന്നതിൻ്റെ തിരക്ക് വേറെയും. അങ്ങനെ അല്പസമയം കഴിയുമ്പോഴേക്കും കാഴ്ചയും വാദ്യഘോഷങ്ങളും താലപ്പൊലിയും ഒക്കെയായി കാഴ്ചവരവ് നടന്നു. അതിൻ്റെ ഒച്ചയും ഉത്സവത്തിൻ്റെ ഒച്ചയും എല്ലാം കൂടി ആനകൾക്ക് ഒരുതരം അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഞങ്ങളങ്ങനെ റോഡിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആനയ്ക്ക് എന്തോ അസ്വസ്ഥതയുണ്ട് എന്നുള്ള വിവരം കിട്ടിയ ആൾക്കാരൊക്കെ അമ്പലത്തിൽ നിന്നും പുറത്തോട്ടേക്ക് വരുന്നത് കണ്ടത്. ആൾക്കാർ അമ്പലത്തിൽ നിന്നും പുറത്തു വന്നു. ആന വിഭ്രാന്തിപ്പെട്ടിരിക്കുന്നു, ആന വിരണ്ടു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഉത്സവങ്ങൾ പത്രങ്ങളിലൊക്കെ മാത്രമേ വായിച്ചുള്ളൂ, നേരിട്ടുള്ളൊരനുഭവം. എന്താ ചെയ്യുക എന്നറിയാതെ ആൾക്കാർ പരക്കെ ഓടാൻ തുടങ്ങി. ഞങ്ങൾ ഒരു ഷോപ്പിൻ്റെ കടയുടെ അടുത്തായിട്ട്, കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കുന്നൊരു കടയുടെ അടുത്തായി ഞങ്ങളും നിന്നു. അല്പസമയം കഴിയുമ്പോഴേക്ക് അവിടെ നിന്ന് ലൈറ്റ് പോയി. പിന്നെ ഫോണിൽ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. കൂടെയുണ്ട് 1-2 പേർ. പെട്ടെന്ന് കാണുന്നില്ല. അപ്പോൾ എവിടെയാണെന്ന് അറിയാൻ കോൾ ചെയ്തപ്പോൾ ഫോൺ കോളും പോകുന്നില്ല. ആകെ വിഷമിച്ച ഒരവസ്ഥ. അതിനിടയിൽ ആൾക്കാരുടെ ബഹളവും, ആന വിരണ്ടു ഓടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആന ഒന്ന് പ്രശ്നങ്ങളാക്കാൻ വലുതായിട്ടൊന്നും ഇല്ലെങ്കിലും ആൾക്കാരൊന്ന് പേടിക്കുന്ന രീതിയിൽ ആന പ്രശ്നമുണ്ടാക്കി. കാരണം ഇത്രയും വാദ്യഘോഷങ്ങളോടെ ആനയെ ഇങ്ങനെ ഒരേ സ്ഥലത്ത് നിർത്തി ഇങ്ങനെ കൊള്ളിക്കുമ്പോൾ ജനങ്ങൾക്ക് തന്നെ അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. അപ്പോൾ ആനകളുടെ കാര്യം, അതും 7 ദിവസം, 1-2 ദിവസങ്ങൾ, 7 ദിവസം ഇതുപോലെ തുടർച്ചയായ അനുഭവം നേരിടേണ്ടി വരുന്ന ഒരു ആനയുടെ കാര്യം ചിന്തിച്ചു നോക്കുക. ജനങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആനപ്പുറത്ത് ഉത്സവമുള്ള അമ്പലങ്ങളിൽ ഒരു വഴിപാട് എന്ന രീതിയിൽ അത് നടത്തുക, എന്നിട്ട് ആനകളെ അതിൻ്റേതായ രീതിയിൽ ഫ്രീയാക്കി വിടുക എന്നതല്ലേ നല്ലത് എന്നൊരു അഭിപ്രായം ഉണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് ക്ഷേത്രാധികാരികൾ മുൻകൈയെടുക്കും എന്ന് വിശ്വസിക്കുന്നു.